കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യം നമുക്ക് ക്രിസ്മസിന്റെ പരിപാടി വന്നിരിക്കുകയാണ്. നമുക്ക് പോവാം. അതെ, നമ്മുടെ ഇല്ല, കരോള് വന്നില്ല. അപ്പൊ വഴിയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ 9:30 കഴിഞ്ഞിട്ട് 10 മണിയാണ്. അപ്പൊ കുറച്ച് വൈകും. നമ്മളെ പരിപാടിയാണ്, പാട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ സുഹൃത്താണ്, ജെയിംസിന്റെ വീട്ടിലാണ് ഈ പരിപാടി നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ വർഷവും എന്തൊക്കെയോ വ്യത്യാസപ്പെടുത്തി വഴിയൊക്കെ നന്നാക്കിയിട്ടുണ്ട്, ട്യൂബൊക്കെ ഇട്ട്. അതാണല്ലേ ഇപ്രാവശ്യം എന്തൊക്കെയോ വ്യത്യസ്തമായ പരിപാടികളാണ് അറേഞ്ച് ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏകദേശം നമ്മളിതാ അവിടെ എത്താനായിട്ടുണ്ട്. സ്റ്റാറൊക്കെ കണ്ട വലിയ സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. പച്ച ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. നടന്ന് ഞങ്ങൾ നടക്കാത്ത കിതക്കുന്നുണ്ട്. ഒരു ചെറിയ വീട് വഴിയാണ്. കുറേ ആളുകളുണ്ട് കേട്ടോ പരിപാടി. സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കുഞ്ഞാട്ടനാണിത്. ഇവിടുത്തെ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് കാണാൻ ഇനി. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചു. എൻ്റെ ഫ്രണ്ട് നൈനിക്കും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്ന് കണ്ടിട്ട് അച്ഛനോട് ഇങ്ങനെ അടിപൊളിയാന്നൊക്കെ പറഞ്ഞേ. അവിടെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. വലിയ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് ട്രീയും അതേപോലെ വലിയ നമ്മളെ ക്രിസ്മസ് കൂടും ഒക്കെ ആയിരുന്നു. ക്രിസ്മസ് പുൽക്കൂടായിരുന്നു. നമ്മളൊക്കെ ചെറിയ പുൽക്കൂടാണ് ഉണ്ടാക്കുക. പക്ഷെ അവിടെ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. വലിയ പുൽക്കൂട്. ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഗൈസ്. പിന്നെ അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കുട്ടികളും പിന്നെ കുറേ നമ്മളെ തൊപ്പി വെച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. തൊപ്പിക്ക് അവിടെ നമുക്ക് കിട്ടും. എന്താണ് നമ്മളെ മണലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോരോ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട്. നല്ല ലൈറ്റ് സെറ്റിങ്സൊക്കെ ആയിരുന്നു. ഞാനൊരു പാട്ടൊക്കെ പാടി. ഇതാണ് നമ്മളെ നല്ല പോണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഉള്ളിൽ നല്ല നമ്മൾ ഒറിജിനൽ കാണുന്ന മാതിരി ഉള്ളിൽ നല്ല ക്യാൻഡിൽസൊക്കെ സെറ്റിങ്സ് ചെയ്തിട്ട് കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കരോളിപ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. പിന്നെ അത് അബി ഉണ്ട്. കുറേ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു. ഇത് വലിയൊരു പരിപാടിയായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് നൈനിക. പിന്നെ ഇവിടെ കുറേ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളും എല്ലാവരും ഉണ്ട്. ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. ഇവിടെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ട്രീ ഒക്കെ അലങ്കരിച്ച് കാണുമ്പോൾ അടിപൊളിയാണ്. കുറേ നമ്മളെ സ്റ്റാർസ് കൊണ്ടും സ്റ്റാർ ലൈറ്റുകൾ കൊണ്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറയുന്നത് അവിടെ കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പാട്ടാണ്, ഇതിൻ്റെ പാട്ടാണ് കേട്ടോ. ഞാൻ പാട്ട് പാടുകയാണ്. ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് പാടി. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും എൻ്റെ പാട്ടും കണ്ട് നല്ല രസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ കുഞ്ഞേട്ടൻ, മൂന്നാമത് നിൽക്കുന്ന അച്ഛൻ്റെ പുറത്ത് നിൽക്കുന്നത്. പിന്നെ നമ്മളെ കരോൾ വന്നപ്പോൾ പിന്നെ പാട്ടും ബഹളം എല്ലാം ആയി, ഡാൻസൊക്കെ ആയി. പിന്നെ കുറേ ചേച്ചിമാരൊക്കെ ഡാൻസ് കളിച്ചു, ഞാനും കളിച്ചു, മാമനൊക്കെ കളിച്ചു.
താമസിച്ചത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അതിന് കരോൾ വന്നത്, അതുകൊണ്ട് കരോൾ വരുന്ന ഷോട്ട് എടുക്കാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ വന്നതിന് ശേഷം അടിപൊളിയായിരുന്നു. നമ്മളെ കേക്ക് നമ്മളെ റെഡ് ഫോറസ്റ്റ് കേക്കായിരുന്നു, നല്ല അടിപൊളി കേക്കും ആയിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആശംസിക്കുന്നു. ജെയിംസ് പറഞ്ഞ പ്രകാരം ഓരോ പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ക്രിസ്മസിന്റെ ഏറ്റവും മംഗളകരമായ വിശ്വാസത്തിന്റെ ഏറ്റവും പഴയ അങ്ങനെ നമ്മളെ പാട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ഇതാ എല്ലാവരും ഡാൻസ് കളിക്കാൻ റെഡി ആയി നിൽക്കുകയാണ്. അബിയും അമികയും ഞാനും എൻ്റെ ഫ്രണ്ട്സും നൈനിക്കും എല്ലാവരും പാട്ട് ഡാൻസ് കളിക്കാൻ റെഡി ആയി നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഡാൻസ് കളിച്ചു. അടിപൊളിയായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും അതേപോലെ ഷെയറും ചെയ്യുക. നിങ്ങളും ക്രിസ്മസ് അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ബൈ. പിന്നെ ഞാനും അച്ഛനും തിരിച്ചു പോന്നു.